ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ലോകോത്തര മൾട്ടിനാഷണൽ കമ്പനിയായ അയർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ആക്സെഞ്ചറിലെ ഒരു തൊഴിലവസരവുമായിട്ടാണ്. ആക്സെഞ്ചറിൽ ഇപ്പോൾ ഒരു ബൾക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. സിസ്റ്റം അസോസിയേറ്റ് എന്നൊരു പൊസിഷനിലേക്കാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവർ ചോദിക്കുന്നില്ല. സോ ഫ്രഷേഴ്സിനെയൊക്കെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. സോ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ സാലറി പാക്കേജ് എന്താണ് വരുന്നത്, ഇതിന്റെ ജോബ് റോൾ എന്താണ് വരുന്നത്, ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് വേക്കൻസീസ് വരുന്നത്, ഇതിന്റെ സാലറി പാക്കേജ് എത്രയാണ് നമുക്ക് മന്ത്ലി വരുന്നത്, മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സർവീസസ് അസോസിയേറ്റ് എന്നൊരു പൊസിഷനിലേക്കാണ് ആക്സെഞ്ചർ ഇപ്പോൾ ഹയർ ചെയ്യുന്നത്. അവരുടെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണിത്. 0 to 11 മന്ത്സ് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ പെർ ഇയർ സാലറി അവർ പറയുന്നത് 3,44,200 ആണ്. സോ മന്ത്ലി അറൌണ്ട് ഒരു മോർ ദാൻ 25,000 പാക്കേജ് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ വിവിധ ലൊക്കേഷനുകളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ബാംഗ്ലൂരിലുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ചെന്നൈ, കോയമ്പത്തൂർ, ഗുരുഗ്രാം, പൂനെ, കൊൽക്കത്ത, നാഗ്പൂർ, ഇൻഡോർ, മുംബൈ, ജയ്പൂർ മുതലായ ലൊക്കേഷനുകളിലൊക്കെയാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. മെയിൻലി ഇതിന്റെ ഒരു ജോബ് റോൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്രാ മാനേജ്മെന്റ് സർവീസസ്, അതേപോലെ ക്ലൗഡ് സപ്പോർട്ട്, പ്രോജക്ട് കൺട്രോൾ സർവീസസ്, കോഡ് ആപ്പ് ഡെവലപ്മെന്റ്, ക്വാളിറ്റി എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ആയിരിക്കും മെയിൻലി ഇതിന്റെ ഒരു ജോബ് റോൾ നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവർ പറയുന്ന എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഓൾ സ്ട്രീംസ് അഥവാ ബ്രാഞ്ചസ് ഓഫ് BSc, BCA, BBA, BA, BCom, BVoc, അതേപോലെ ഡിസൈൻ, MCM, MSc അത് നോൺ CS IT ആയിരിക്കണം. അതേപോലെ MA, MCom, MFA ഒക്കെ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റീസെന്റ് പാസ് ഔട്ട്സ് ആയിരിക്കണം. അതായത് 2023 2024 പാസ് ഔട്ട്സ് ആയിരിക്കണം എന്നൊരു കാര്യം മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റെഗുലർ ഡിഗ്രിയിലൂടെ നേടിയ ഡിഗ്രി ആയിരിക്കണം. അതായത് പാർട്ട് ടൈമോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നേടിയ ഡിഗ്രി ആണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ബാക്ക്ലോഗ്സ് കാര്യങ്ങൾ ഉണ്ടാവരുത്. അതായത് സപ്ലി കാര്യം ഉണ്ടാവരുത്. കറക്റ്റ് നിങ്ങളുടെ ഡിഗ്രി പാസ് ഔട്ട് ആയിരിക്കണം എന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. പിന്നെ ജോബ് റോളിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്റർനാഷണൽ കമ്പനിയാണ് ആക്സെഞ്ചർ. സോ ഇതിന്റെ ക്ലയൻസ് കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ ക്ലയൻസ് ആയിരിക്കും വരുന്നത്. സോ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. സോ വർക്ക് ഷിഫ്റ്റ് റൊട്ടേഷണൽ ആയിരിക്കും. അതിന് നിങ്ങൾ ഓക്കെ ആയിരിക്കണം എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിൽ അറൌണ്ട് ഒരു 8ഓളം ലൊക്കേഷനിൽ ഇവരുടെ ഓഫീസേഴ്സ് വരുന്നുണ്ട്. സോ എവിടെ നിങ്ങൾക്ക് വർക്ക് കിട്ടുകയാണെങ്കിലും നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം എന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി ഇവരുടെ റിക്രൂട്ട്മെന്റ് സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ മെയിൻലി ഒരു 4 സ്റ്റേജസ് ആണ് വരുന്നത്. മെയിൻലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങളാണ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. അതിൽ മെയിൻലി ആദ്യമായിട്ട് വരുന്നത് കോഗ്നിറ്റീവ് അസസ്മെന്റ് ആണ്. അതിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് എബിലിറ്റി, അതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, ആബ്സ്ട്രാക്ട് റീസണിങ് കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ചെക്ക് ചെയ്യുന്നത്. അതിൽ വൺസ് നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു കോഗ്നിറ്റീവ് ആൻഡ് ടെക്നിക്കൽ അസസ്മെന്റ് ആണ് വരുന്നത്. അത് ബേസിക് സ്യൂഡോ കോഡ്, ഫണ്ടമെന്റൽസ് ഓഫ് നെറ്റ്വർക്കിംഗ്, സെക്യൂരിറ്റി മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ബ്രൗസ് ചെയ്താൽ അതിന്റെ ബേസിക് കാര്യങ്ങൾ, ബേസിക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റ് ആണ് വരുന്നത്. അതിൽ സെന്റൻസ് മാസ്റ്ററി വരും, വൊക്കാബുലറി വരും, ഫ്ലുവൻസി വരും, പ്രൊനൗൺസിയേഷൻ വരും മുതലായ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിനുശേഷം ഒരു ബേസിക് ഇന്റർവ്യൂ വരും. സോ ഇത്രയുമാണ് ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് സ്റ്റേജസ് വരുന്നത്. സോ നല്ലൊരു അവസരമാണ്. ആക്സെഞ്ചർ പോലുള്ള ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ ഫ്രഷേഴ്സിനൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ആദ്യ ജോലി തന്നെ ആക്സെഞ്ചർ പോലുള്ള ഒരു മികച്ച കമ്പനിയിലൊക്കെ നേടാൻ സാധിക്കുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് നല്ല ഒരു കരിയർ ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയുടെ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ആണത്. വൺസ് ആ ഒരു ലിങ്കിൽ കയറിയാൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു വെബ് പേജിലാണ് എത്തുക. അതിൽ ജസ്റ്റ് ഈ ഒരു അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ
ഇതുപോലുള്ള ഒരു വെബ് പേജിൽ നിങ്ങൾ എത്തും. നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് ആക്സെഞ്ചറിലേക്ക് മുന്നേ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ആക്സെഞ്ചറിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു വെബ് പേജാണ്, രജിസ്ട്രേഷൻ ഫോം ആണ് വരിക. അതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള മികച്ച മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവായി അവരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.